കുട്ടേട്ടൻ്റെ സീതപ്പെണ്ണ്. രചന സംഭാഷണം രുദ്രപ്രിയ. നെടുവത്തൂർ ഗ്രാമം. പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നും കാതങ്ങൾ താണ്ടി പ്രകൃതി രമണീയമായ പാടശേഖരവും തെങ്ങിൻ തോപ്പും പുഴയും നിറഞ്ഞ മനോഹരമായ ഗ്രാമം. ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ അമ്പലമാണ്. സംഹാരമൂർത്തിയായ മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അമ്പലത്തിൻ്റെ ചുറ്റുമതിലും ശ്മശാനത്തിൻ്റെ മതിലും ഒന്നാണ്. അതിന് തൊട്ടടുത്താണ് നെടുവത്തൂർക്കാരുടെ സ്വന്തം മാർക്കറ്റ്. ഒരു ത്രികോണത്തിൻ്റെ 3 വശം പോലെയാണ് അമ്പലവും ശ്മശാനവും മാർക്കറ്റും. ശ്മശാനത്തിനടുത്തായതിനാൽ ഇവിടുത്തെ മഹാദേവന് ഉഗ്രമൂർത്തിഭാവമാണ്. പകൽ സമയം പോലും അമ്പലത്തിനടുത്തുകൂടി നടക്കാൻ ആളുകൾക്ക് ഭയമാണ്. രാവിലെ തന്നെ ചന്ത കൂടിയിട്ടുണ്ട്. കച്ചവടം തകർക്കുകയാണ്. പച്ചക്കറി കച്ചവടക്കാരും മീൻകാരും പഴക്കച്ചവടക്കാരും ആകെ ബഹളം. പച്ചക്കറി വിൽക്കുന്ന യശോദയും ഗിരിജയും വസന്തയും മത്സരിച്ചാണ് കച്ചവടം. കൂട്ടത്തിൽ ഇത്തിരി പ്രായം കൂടിയ യശോദയുടെ അടുത്താണ് ആൾക്കാർ കൂടുതൽ. അത് വേറൊന്നും കൊണ്ടല്ല. യശോദയുടെ പറ്റുകാർ വേറെ ആരിൽ നിന്നെങ്കിലും പച്ചക്കറി വാങ്ങിയാൽ പിന്നെ ഭരണിപ്പാട്ടാണ്. അത് പേടിച്ച് അവരുടെ പട്ടുകാരും വേറെ പോകില്ല. ബാക്കി കച്ചവടക്കാർക്ക് പരാതി ഉണ്ടെങ്കിലും യശോദ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന ഭാവത്തിലാണ്. മീൻകാരുടെ അടുത്താണെങ്കിൽ കണ്ണപ്പനും ബെറ്റിയും ഗ്രേസിയും തകർക്കുവാണ്. ആഹാ, പിടക്കിണയല പറയാതെ ഒന്ന് പിടപ്പിച്ച് കാണിക്കടാ കണ്ണപ്പ. ദേ ബെറ്റി, നീ നിന്റെ കാര്യം നോക്കിക്കോ. രാവിലെ എൻ്റെ വായിൽ നിന്നൊന്നും കേൾക്കണ്ട. നീ പോടാ. കണ്ടില്ലേ കണ്ണ് ചത്ത അയല. ചേച്ചി വാ, നല്ല ചൂരമീൻ കൊണ്ടുപോയി അണ്ണന് കറി വെച്ച് കൊടുക്ക്. ഒരു കലം ചോറ് അണ്ണൻ തിന്നും. കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോഴാണ് സീത മാർക്കറ്റിലേക്ക് കയറി വന്നത്. ചുവപ്പ് കളർ ധാവണിയും ചുറ്റി നിതംബം വരെയുള്ള മുടി വിടർത്തി കൺമഷിയിട്ട് കറുപ്പിച്ച ഉണ്ട കണ്ണുകൾ, താമര ഇതൾ പോലുള്ള ചുണ്ടുകൾ, മൂക്കിൽ വെട്ടി തിളങ്ങുന്ന ഒറ്റക്കൽ മൂക്കുത്തി, ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴി, വെളുത്തൊരുണ്ട സുന്ദരി. സീതയുടെ ശ്രദ്ധ മുഴുവൻ മലക്കറി വിൽക്കുന്ന യശോദയിലായിരുന്നു. മാർക്കറ്റിലെ ചെറുപ്പക്കാരൻ കോഴികൾ ആർത്തിയോടെ സീതയെ നോക്കുന്നുണ്ട്. തീറ്റ ആവോളം കിട്ടിയ സന്തോഷം. സീത ഇതൊന്നും കണ്ടില്ല. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റു 2 കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് മാർക്കറ്റിന് മുന്നിലൂടെ ഒരു ബുള്ളറ്റിൻ്റെ കാതടിപ്പിക്കുന്ന ശബ്ദം കേട്ടതും കോഴികളെല്ലാം കൂട്ടിൽ കയറി. സീതയെ കണ്ട് ആ കണ്ണുകൾ വിടർന്നു. അവൾക്കായി ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയും. ആരോ ഉച്ചത്തിൽ വിളിക്കുന്നത് കേട്ടു. മണിക്കുട്ട എന്ന വിളി കേട്ടതും സീതയും യശോദയും ഒരുമിച്ചാണ് ആ ഭാഗത്തേക്ക് നോക്കിയത്. അപ്പോഴേക്കും ബുള്ളറ്റ് കണ്ണിൽ നിന്നും മറഞ്ഞിരുന്നു. സീതയുടെ മുഖം വാടി. എന്നാൽ യശോദാമ്മയുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. മണിക്കുട്ടൻ്റെ അമ്മയാണ് യശോദ. അവർ നെടുവത്തൂരിൽ കുടിയേറി പാർത്തവരാണ്. അവർ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. അച്ഛനെക്കുറിച്ച് മണിക്കുട്ടൻ അമ്മയോടൊന്നും ചോദിക്കാറില്ല. അറിവില്ലാത്ത പ്രായത്തിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മയുടെ സങ്കടം നിറഞ്ഞ മുഖമാണ് കണ്ണുകളിൽ. പിന്നീടൊന്നും ചോദിക്കാതെയായി. വാസുദേവനും ഇന്ദിരയ്ക്കും 2 മക്കളാണ്. മൂത്തവൾ സീതാലക്ഷ്മി, ഇളയവൾ വരദലക്ഷ്മി. 2 പേരും തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. സീതയേക്കാൾ 2 വയസ്സിന് ഇളയതാണ് വരദ. വാസുദേവൻ മരിച്ചപ്പോൾ സീത 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് ഇന്ദിര തുന്നൽ പണിയും പശു വളർത്തലും കോഴിമുട്ട വിറ്റുമാണ് 2 മക്കളെയും വളർത്തിയത്. ആകെ സ്വന്തമായി ഉള്ളത് 15 സെന്റ് പുരയിടവും വീടുമാണ്. പഠിത്തത്തിൽ മക്കൾ 2 മിടുക്കരായതുകൊണ്ട് +2 വരെ കഷ്ടിച്ച് പഠിപ്പിച്ചു. സീത ഇപ്പോൾ തയ്യൽ പണിയിൽ അമ്മയെ സഹായിക്കുന്നു. വരദയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എപ്പോഴും പെണ്ണ് കുഞ്ഞു കളിച്ച് നടക്കുകയാണ്. കുറച്ച് കുട്ടിപ്പട്ടാളം, സാറ്റുകളിയും വട്ടുകളിയും ഒക്കെയാണ് പ്രധാന പരിപാടി. സീതയെ ജീവനാണ്. യശോദാമ്മയെ സീത നീട്ടി വിളിച്ചു. എന്താടി പെണ്ണെ, മീൻ വാങ്ങുന്നില്ലേ? വേണ യശോദാമ്മേ, ഇവിടെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പച്ചക്കറി ഉണ്ടല്ലോ മോളെ വീട്ടിൽ? എന്നാ കുറച്ച് ചീര മാത്രം കൊണ്ടുപോ. യശോദ 2 പിടി ചീര സീതയുടെ ബാഗിൽ വെച്ച് കൊടുത്തു. ആ കണ്ണപ്പൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങി വേഗം പോകാൻ നോക്ക്. മഴ വരുന്നുണ്ട്. വേഗം പൊയ്ക്കോളണം. ഇവിടെ കറങ്ങി നടക്കണ്ട. യശോദ അമ്മ അവളോട് കൂർപ്പിച്ചു. കണ്ണപ്പൻ്റെ കയ്യിൽ നിന്നും മീനും വാങ്ങി സീത വേഗം നടന്നു. മഴ ചെറുതായി ചാറി തുടങ്ങിയതും സീത ധാവണിത്തുമ്പ് തലയിൽ കൂടി ഇട്ടു. നടത്തത്തിൻ്റെ വേഗതയും കൂട്ടി. പാവാടത്തുമ്പ് ചെറുതായി പൊക്കി ഇടുപ്പിൽ ചെരുകി വെച്ചു. 2 വളവ് കൂടി കഴിഞ്ഞാൽ വീടായി. ചെറിയ മഴത്തൂറ്റയും
നനഞ്ഞ മൂളിപ്പാട്ടും പാടി നടക്കുമ്പോഴാണ് പിന്നിൽ ആളനക്കം കേട്ടത്. തിരിഞ്ഞു നോക്കും മുന്നേ തന്നെ ഇടുപ്പിലൂടെ 2 കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. തല ഉയർത്തി നോക്കും മുന്നേ പതിവ് ഗന്ധവും നെഞ്ചിലെ രോമക്കാറ്റിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണ ചെയിനും അതിലെ സീത എന്ന് എഴുതിയ ലോക്കറ്റും കണ്ടു. മുഖമൊന്ന് ഉയർത്തി നോക്കിയതും കണ്ടു തന്നെ പ്രണയത്തോടെ നോക്കുന്ന കാപ്പി കണ്ണുകളെ. കാറ്റിൽ അലസമായി പാറുന്ന മുടിയും മുഖത്തിന് മാറ്റുകൂട്ടുന്ന കട്ടിമീശ, ഡ്രിം ചെയ്ത് വെച്ചിരിക്കുന്ന താടി. മാറങ്ങോട്ട്. സീത പതിവ് ഉടക്ക് ലൈനിൽ അവനെ തള്ളി മാറ്റി. കുട്ടേട്ടനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇടവഴിയിൽ ഇങ്ങനെ പേടിപ്പിക്കാൻ നിൽക്കരുതെന്ന്. എല്ലാ പേർക്കും അവൻ മണിക്കുട്ടനാണ്, പക്ഷേ സീതയ്ക്ക് മാത്രം അവൻ കുട്ടേട്ടനാണ്, അവളുടെ പ്രാണൻ. ഓ, എൻ്റെ പെണ്ണ് പേടിച്ചു പോയോ? അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി മണിക്കുട്ടൻ ചോദിച്ചതും പിന്നെ കുറെ പേടിക്കും. ഇതൊക്കെ എൻ്റെ ചെറിയ നമ്പരല്ലേ കുട്ടേട്ടാ? ഈ മഴ നനയാനാണോ കുട്ടേട്ടാ ഇവിടെ നിൽക്കുന്നേ? വിട്ടേ, ഞാൻ പോട്ടെ. വാടി, നമുക്ക് കുറച്ച് ഇരുന്നിട്ട് പോകാം. ആ പൊളിഞ്ഞ നാലുകെട്ട് കൈ ചൂണ്ടി അവൻ പറഞ്ഞതും ആ എന്നാൽ വാ. സീതയുടെ വിരലുകളിൽ കൈ ചേർത്ത് അവനൊപ്പം അവളും നടന്നു. നാലുകെട്ടിൻ്റെ പൊളിഞ്ഞ സോപാനത്തിൽ മണിക്കുട്ടൻ്റെ നെഞ്ചോട് ചേർന്ന് സീതയിരുന്നു. ഇന്നെന്താ കുട്ടേട്ടൻ എന്നെ മാർക്കറ്റിൽ വെച്ച് കണ്ടിട്ട് മിണ്ടാതെ പോയത്? ആര് പറഞ്ഞു ഞാൻ അതുവഴി പോയെന്ന്? കള്ളം പറയണ്ട. ആരോ കുട്ടേട്ടൻ്റെ പേര് വിളിച്ചു. ഞാൻ നോക്കുമ്പോൾ ബുള്ളറ്റ് പൊക്കഴിഞ്ഞു. അത് ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ വന്നതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പോൾ കണ്ടില്ലേ? ഇന്നലെ എപ്പോഴാണ് കറക്കം കഴിഞ്ഞ് വന്നേ? ഞാൻ കറങ്ങാൻ പോയതാണോടി. നമ്മുടെ വിച്ചുവിൻ്റെ കൂടെ ഒരു സ്ഥലം നോക്കാൻ പോയതല്ലേ. വിശ്വൻ എന്ന വിച്ചു മണിക്കുട്ടൻ്റെ സുഹൃത്താണ്. 2 പേരും കൂടി സ്വന്തമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ റിയൽ എസ്റ്റേറ്റും. എന്നാൽ ഇത്രയും ദിവസമൊന്നും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല കുട്ടേട്ടാ. 2 ദിവസമാണെന്ന് പറഞ്ഞു പോയിട്ട് എത്ര ദിവസമായി? എടി, സ്ഥലത്തിൻ്റെ പാർട്ടി ഇല്ലായിരുന്നു, അതുകൊണ്ടല്ലേ 2 ദിവസം കൂടി ആയത്. ഇനി എങ്ങനെ ഉണ്ടാകില്ല. ഫോണിൽ വിളിക്കാത്തത് നിൻ്റെ ശബ്ദം കേട്ടാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നീ എൻ്റെ പ്രാണനല്ലേ പെണ്ണേ. ഞാൻ പോട്ടെ കുട്ടേട്ടാ. ഇനിയും നിന്നാൽ മഴ കൂടും. ഒരുപാട് നേരമായി ഇറങ്ങിയിട്ട്. എത്ര ദിവസം കൂടിയാ പെണ്ണെ ഒന്ന് കാണുന്നത്? ഇപ്പോൾ തന്നെ പോണോ? അവൻ്റെ കണ്ണുകളിൽ തൻ്റെ പെണ്ണിനോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു. സീത അവൻ്റെ കാപ്പി കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി ആ പ്രണയ ചൂടിൽ അലിഞ്ഞു ചേരാൻ മനസ്സ് തുടിച്ചു. മണിക്കുട്ടൻ സീതയെ തൻ്റെ നെഞ്ചോരം ചേർത്ത് നിർത്തി. സീത അവൻ്റെ ഹൃദയതാളം കേട്ട് നിന്നു. കുട്ടൻ അവളെ വാരിപ്പുണർന്നു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. സീത കണ്ണുകൾ ഇറുക്കിയടച്ച് ആ പ്രണയ ചുംബനം ഏറ്റുവാങ്ങി. മണിക്കുട്ടൻ അവളുടെ ഇരുമിഴിയിലും മാറി മാറി ചുംബിച്ചു. അവളുടെ മൂക്കുത്തിയിലും അവൻ തൻ്റെ സ്നേഹമുദ്രണം ചാർത്തി. സീതയുടെ വിരലുകൾ മണിക്കുട്ടൻ്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു. മണിക്കുട്ടൻ്റെ അധരങ്ങൾ ഒടുവിൽ അവൻ്റെ ഇണയുടെ ഇണയെ സ്വന്തമാക്കി. സീത നിലത്തു നിന്നും ഉയർന്നു പൊങ്ങി മണിക്കുട്ടൻ്റെ ഷർട്ടിൽ അമർത്തിപ്പിടിച്ചു. അവനെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്തു. ഇരുവരും ഭ്രാന്തമായി ആ ചുംബനത്തിൽ ലയിച്ചു നിന്നു. നാവും ചുണ്ടും ചേർന്ന് പുതിയൊരു കഥ പറയാൻ തുടങ്ങി. ചോരയുടെ ചവർപ്പ് വന്നിട്ടും ഇരുവരും വിട്ടുമാറിയില്ല. ഒടുവിൽ സീതയ്ക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായതും അവൻ സീതയെ അടർത്തി മാറ്റി. സീത തളർച്ചയോടെ മണിക്കുട്ടൻ്റെ മാറിൽ പറ്റിച്ചേർന്നു. മണിക്കുട്ടൻ സീതയെ ചേർത്ത് പിടിച്ചു. ഒരു ഉമ്മയിൽ തന്നെ നീ ഇങ്ങനെ തളർന്നാലോ പെണ്ണേ? ഇനി എന്തൊക്കെ? സീത അവനെ ഒന്ന് തള്ളി മാറ്റി. പോ കുട്ടേട്ടാ, ഞാൻ പോണു. ഇനി നിന്നാൽ ശരിയാവില്ല. അമ്മ അന്വേഷിച്ചിറങ്ങും. ഇന്ദിരാമയ്ക്കും വരതയ്ക്കും സുഖമല്ലേടി? സുഖമാണ്. എത്രയായി അങ്ങോട്ടൊന്ന് വന്നിട്ട്? വരാടി. ഞാൻ പോട്ടെ. പോണോ? രാത്രി വിളിക്കുവോ? വിളിക്കാം. സീത കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ കുട്ടൻ അവളെയും നോക്കി നിന്നു. രാത്രി വിച്ചുവും മണിക്കുട്ടനും കൂടി തെങ്ങിൻ തോപ്പിലിരുന്ന് നല്ല വീശാണ്. എടാ മണിക്കുട്ടാ, മതിയാക്ക് നീ. ഇപ്പോൾ തന്നെ നല്ല ഫിറ്റാണ്. ആരാടാ ഫിറ്റ്? ഞാനോ? എനിക്ക് നല്ല കപ്പാസിറ്റിയാടാ. മതിയടാ, നമുക്ക് പോകാം. ഒരുപാട് ലേറ്റായി. ഡാ, നീ വണ്ടി ഓടിക്ക്. എന്നെ ഇന്ദിരാമ്മയുടെ വീട്ടിനടുത്ത് ആക്കിയാൽ മതി. അതെന്തിനാടാ ഈ നട്ടപ്പാതിരാക്കി? നിനക്കെന്താ അവിടെ ഉദ്യോഗം? അവിടെയാടാ നിന്റെ അമ്മായിയമ്മ പെറ്റ് കിടക്കുന്നത്. കൊച്ചിനൊരു പൊന്നരഞ്ഞാണം കെട്ടാനാ? നീ പറഞ്ഞത് കേട്ടാ മതി മരവാഴേ. എടാ വെറുക്കപ്പെട്ടവനെ, ദുഃഖക്കനി, കള്ളും കുടിച്ച് തോന്നിയാസം പറഞ്ഞാൽ പുറം ഇടിച്ച് ഞാൻ പള്ളിപ്പുറമാക്കും. വിച്ചുവും വിട്ടുകൊടുത്തില്ല. നീ പിന്നെ എന്തിനാടാ ഞാൻ ഇന്ദിരാമ്മയുടെ വീട്ടിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചത്? ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ പോകുവാടാ. എടാ, നീ ഇപ്പോൾ തന്നെ നല്ല ഫിറ്റാണ്. ഈ കോലത്തിൽ പോയി സീതയെ കാണണോ? നീ ഭാരിച്ച കാര്യം അന്വേഷിക്കാതെ എന്നെ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് കൊണ്ടുപോടാ. എൻ്റെ മഹാദേവ, ഇവൻ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടും. അല്ലെങ്കിലേ ബുദ്ധിയില്ല. ഇപ്പോൾ പിന്നെ 10 പൈസയുടെ വെളവും. വിച്ചു മണിക്കുട്ടനെയും കൊണ്ട് സീതയുടെ വീട്ടിലെത്തി. ബുള്ളറ്റ് ഒരു വശം ചേർത്ത് വെച്ചു. മണിക്കുട്ട, എടാ
ഞാൻ ഇവിടെ നിൽക്കാം, നീ വേഗം പോയി അവളെ കണ്ടിട്ട് വായോ. അയ്യോ സാർ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടണ്ട, ഞാൻ തനിയേ പൊയ്ക്കൊള്ളാം. കള്ളും കുടിച്ച് വെളിവില്ലാതെ കണ്ടടം നിരങ്ങി നടക്കാതെ വീട്ടിൽ പോടാ. മുണ്ടും മടക്കി ഉടുത്ത് മീശയും പിരിച്ച് മണിക്കുട്ടൻ വിച്ചുവിനോട് അലറി. അയ്യോ ആജ്ഞയാണോ? പാലം കടക്കുവോളം നാരായണ നാരായണ. പാലം കടന്നപ്പോൾ എടാ അലവലാതി, നിന്നെ ഞാൻ എടുത്തോളാം. പോടാ പോടാ, വീട്ടിൽ പോടാ. മണിക്കുട്ടൻ പിന്തിരിഞ്ഞു പോലും നോക്കിയില്ല. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് സീത ഉണർന്നത്. കണ്ണിറുക്കി അടച്ച് ഫോൺ ചെവിയോട് ചേർത്തു. ഡി കാന്താരി, സീതപ്പെണ്ണേ. കണ്ണ് വലിച്ചു തുറന്ന് ഡിസ്പ്ലേ നോക്കിയപ്പോൾ കുട്ടേട്ടൻ കോളിംഗ്. കുട്ടേട്ടാ ഉറങ്ങിയില്ലേ? ഇതെന്താ ഈ നേരത്ത്? കുട്ടേട്ടൻ, സീതക്കൊച്ച് ഓടി വന്ന അടുക്കളവാതിൽ തുറക്ക്, ഞാൻ ഇവിടെ നിൽക്കുവാടി. ഇവിടെയോ? ഈശ്വരാ, ഈ സമയത്തോ? മണി എത്രയെന്ന് അറിയൂ കുട്ടേട്ടാ? പ്ലീസ് 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 ഒന്ന് പോയേ. എടി നീ മര്യാദയ്ക്ക് വന്ന് വാതിൽ തുറക്കുന്നോ അതോ ഞാനിത് ചവിട്ടി പൊളിക്കണോ? അയ്യോ വേണ്ട, ബോധമില്ലാത്ത മനുഷ്യനാണ്, ചിലപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യും. സീത കട്ടിലിൽ നിന്നും വേഗം ചാടി ഇറങ്ങി കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മയും വരതയും കിടക്കുന്ന മുറിയിൽ പതിയെ എത്തി നോക്കി. രണ്ടുപേരും നല്ല ഉറക്കം. അവൾ നെഞ്ചിൽ കൈവച്ചു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വെളിയിലിറങ്ങി കതക് കുറ്റിയിട്ടു. നേരെ അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു. അടുക്കള കതക് തുറന്നപ്പോൾ കണ്ടു രണ്ട് കാലും നിലത്തുറയ്ക്കാതെ ആടിയാടി നിൽക്കുന്ന മണിക്കുട്ടനെ. കുട്ടേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? മണിക്കുട്ടൻ സീതയെ വാരിയെടുത്ത് വട്ടം കറക്കി. മനുഷ്യ, നിങ്ങൾ കുടിച്ചും കൊണ്ട്, മഹാദേവ ഇയാൾ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? കുട്ടേട്ടാ, എന്നെ താഴെ ഇറക്കാൻ, ഞാൻ വീഴും. പറഞ്ഞ നാക്ക് വായിലിട്ടില്ല. അതിനു മുൻപേ സീതയെയും കൊണ്ട് കറങ്ങി ബാലൻസ് പോയി മണിക്കുട്ടൻ മൂടും തല്ലി താഴെ വീണു. അമ്മേ, എൻ്റെ നടു, ഈ കാലൻ ഒടിച്ചു. സീത വലിയ വായിൽ നിലവിളിച്ചു. മണിക്കുട്ടൻ വേഗം അവളുടെ വായ പൊതിഞ്ഞു പിടിച്ചു. സോറി മോളെ, നീ വലിയ വായിൽ നിലവിളിച്ച് നാട്ടുകാരെ ഉണർത്തല്ലേ എടി. അല്ലാത്തപ്പോൾ ഞാൻ ഓക്കെയാ, പക്ഷെ ഞാനിപ്പോൾ ഫിറ്റാടി. എല്ലാവരും കൂടി ഉണർന്നു വന്നാൽ എന്നെ പിടിച്ച് പഞ്ഞിക്കിടും. പിന്നെന്തിനാ മനുഷ്യ നിങ്ങൾ ഈ പാതിരാത്രി പരാക്രമം കാണിക്കാൻ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എൻ്റെ പെണ്ണിനെ കാണാൻ തോന്നി. ഇങ്ങനെ നടുവും തല്ലി വീണ് കിടക്കുന്നത് കാണാനാണോ? പിണങ്ങല്ലേടി, ഞാൻ നിൻ്റെ കുട്ടേട്ടനല്ലേ. മോൾ എണീറ്റ് വാ, എനിക്ക് വിശക്കുന്നു. ഞാൻ ഒന്നും കഴിച്ചില്ലടി. ഈ പാതിരാത്രി ഞാൻ എന്തെടുത്തിട്ട് തരാനാ? നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. ഞാൻ പൊക്കോളാം. പിണങ്ങല്ലേ കുട്ടേട്ടാ, വാ, ഞാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. സീത മണിക്കുട്ടനെയും കൊണ്ട് അടുക്കള വാതിൽ വഴി അകത്ത് കയറി. വാതിലടച്ചു. മണിക്കുട്ടൻ അടുക്കള സ്ലാബിൽ കയറിയിരുന്നു. അത്താഴം കഴിഞ്ഞ് എല്ലാം ഒതുക്കിയതാണ്. ഫ്രിഡ്ജിൽ നിന്നും ദോശമാവെടുത്ത് വെളിയിൽ വെച്ചു. ഉള്ളി ചതച്ച് ഉപ്പും വെളിച്ചെണ്ണയും മുളകും ചേർത്ത് മുളക് ചമ്മന്തി ഉണ്ടാക്കി. ചൂടോടുകൂടി ദോശയും 2 മുട്ടയെടുത്ത് ഉള്ളിയും പച്ചമുളകും ഉപ്പും ചേർത്ത് ഓംപ്ലേറ്റും ഉണ്ടാക്കി. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് ഓംപ്ലേറ്റ് ഒരു പ്ലേറ്റിലെടുത്തു മണിക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അവനത് വാങ്ങിയില്ല. എന്താ കുട്ടേട്ടാ, ഇഷ്ടമായില്ലേ? വേണ്ട, നീ തന്നെ വാരി തന്നാൽ മതി. ശു, നിങ്ങളെ ഞാൻ. സീത പല്ലിറുമിക്കൊണ്ട് ഓരോ പീസ് ദോശയും ചമ്മന്തിയിൽ മുക്കി ഓംപ്ലേറ്റും ചേർത്ത് മണിക്കുട്ടൻ്റെ വായിൽ വെച്ച് കൊടുത്തു. മണിക്കുട്ടനും സീതയ്ക്ക് വാരി കൊടുത്തു. കഴിച്ചു കഴിഞ്ഞതും സീത മണിക്കുട്ടൻ്റെ വായും വെള്ളം വെച്ച് കഴുകി ധാവണി തുമ്പിൽ തുടച്ചു കൊടുത്തു. ഇനി കുട്ടേട്ടൻ പൊയ്ക്കോ, നേരെ ഒരുപാടായില്ലേ. ഞാനിന്ന് പോണില്ല, ഞാനിന്ന് ഇവിടെയാണ്. സീതയുടെ കിളികൾ മുഴുവനും പറന്നുപോയി. കേട്ടത് വിശ്വസിക്കാനാകാതെ സീത വായും പൊളിച്ചു നിന്നു. സീതയുടെ വായ മണിക്കുട്ടൻ കൈകൊണ്ട് അടച്ചു കൊടുത്തു. ഈ കോലത്തിൽ വീട് വരെ എത്തില്ലടി, നാളെ രാവിലെ പോകാം. ശരിയാ, കുട്ടേട്ടൻ ഇപ്പോൾ തന്നെ ഫിറ്റാണ്. ഇനി പോയാൽ തന്നെ വീടെത്തും വരെ സമാധാനം കിട്ടില്ല. ഇന്നിവിടെ കിടക്കട്ടെ, നേരം പുലരും മുന്നേ എണീപ്പിച്ച് വിടാം. സീത മണിക്കുട്ടനെയും താങ്ങി പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. സീത ഒരുവിധം മണിക്കുട്ടനെയും കൊണ്ട് റൂമിലെത്തി. അവനെ കട്ടിലേക്ക് തള്ളി ഡോർ ലോക്ക് ചെയ്തു. ഞാൻ എന്താടി വല്ല ചാക്കുകെട്ടുമാണോ ഇങ്ങനെ എടുത്തെറിയാൻ? ദേ മനുഷ്യ, ഇങ്ങനെ ഒച്ച വെച്ച് ബാക്കിയുള്ളവരെ കൂടി ഉണർത്തല്ലേ. ഒന്ന് കിടന്നുറങ്ങാൻ നോക്കൂ പ്ലീസ്. എന്നാൽ നീയും വന്നിവിടെ കിടക്ക്. സീത ഞെട്ടിക്കൊണ്ട് മണിക്കുട്ടനെ നോക്കി. സീതയുടെ ബാക്കി കിളികളും കൂടി ഏകദേശം പറന്നു. ഞാനോ? നിനക്കെന്താടി വിക്കുണ്ടോ? അതോ നീയും എന്നെപ്പോലെ ഫിറ്റാണോ? മര്യാദയ്ക്ക് ഇവിടെ വന്ന് കിടക്കടി. സീത പിന്നെ ഒന്നും ആലോചിച്ചില്ല. അലറി വിളിച്ച് ഈ മനുഷ്യൻ അമ്മയെ ഉണർത്തും. പിന്നത്തെ കാര്യം ആലോചിച്ചതും സീത വേഗം മണിക്കുട്ടൻ്റെ ഓരം ചേർന്ന് കിടന്നു. മണിക്കുട്ടൻ്റെ കൈകൾ സീതയുടെ ഇടുപ്പിൽ ചുറ്റി വരിഞ്ഞ് മുഖം അവളുടെ കഴുത്തിൽ ചേർത്തു. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ സീതയൊന്ന് ഞെട്ടി മണിക്കുട്ടനെ അടർത്തി മാറ്റാൻ നോക്കി. പക്ഷെ മണിക്കുട്ടൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. അലാറം അടിക്കുന്നത് കേട്ട് സീത ഞെട്ടി ഉണർന്നു. പക്ഷേ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. സീത മണിക്കുട്ടൻ്റെ നെഞ്ചിൽ ചേർന്നാണ് കിടക്കുന്നത്. അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞിട്ടുണ്ട്. സീത മെല്ലെ മണിക്കുട്ടൻ്റെ കൈകൾ വേർപെടുത്തി എണീറ്റ് അലാറം ഓഫ് ചെയ്തു. വീണ്ടും മണിക്കുട്ടൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു.
കുറച്ചു നേരം മണിക്കുട്ടനെ തന്നെ നോക്കി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. സീത നേരെ അടുക്കളയിലേക്ക് ചെന്ന് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി അതുമായി മുറിയിലേക്ക് വന്നു. ചായ മേശമേൽ വെച്ച് മണിക്കുട്ടനെ വിളിക്കാൻ തുടങ്ങി. കുട്ടേട്ടാ, കുട്ടേട്ടാ, എണീറ്റേ. ഈട മനുഷ്യ, ഒന്ന് എണീറ്റ് പോടോ. സീത ജഗ്ഗിലിരുന്ന വെള്ളമെടുത്ത് മണിക്കുട്ടൻ്റെ തലയിൽ കൂടി ഒഴിച്ചു. മണിക്കുട്ടൻ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റതും സീത മണിക്കുട്ടൻ്റെ വായ പൊതിഞ്ഞു പിടിച്ചു. അലറി വിളിച്ച അമ്മയെ ഉണർത്തല്ലേ കുട്ടേട്ടാ, നീ എന്താടി രാവിലെ ഇവിടെ? എടോ, ഇത് എൻ്റെ വീടാണ്. ഇന്നലെ കുടിച്ചു കുന്തം പറഞ്ഞ് 4 കാലയിൽ വന്നത് വല്ല ഓർമ്മയുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട. ഈ ചായയും കുടിച്ചൊന്ന് വേഗം പോവും. സീത കൊടുത്ത ചായ അവൻ പതിയെ മൊത്തി കുടിച്ചു. ഗ്ലാസ് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഗ്ലാസ് വെച്ച് തിരിഞ്ഞതും മണിക്കുട്ടൻ സീതയെ വാരിപ്പുണർന്നു. സീത മണിക്കുട്ടനെ തള്ളി മാറ്റി. പൊയ്ക്കൊള്ളണം കള്ളുകുടിയൻ, എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട. എന്തിനാ കുട്ടേട്ടാ ഇങ്ങനെ കുടിക്കുന്നേ? എടി, നീ പറയുന്ന കേട്ടാൽ തോന്നുമല്ലോ ഞാൻ കുടിയനാണെന്ന്. ഇന്നലെ കുറച്ച് ഓവറായിപ്പോയി. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. മണിക്കുട്ടൻ സീതയെ നെഞ്ചോട് ചേർത്തു. അവളുടെ കവിളിൽ രണ്ടും അമർത്തി ഉമ്മ വെച്ചു. പിന്നെ വരാം. ഇനി ഇതുപോലെ വന്നാൽ ഞാൻ കാല് തല്ലി ഒടിക്കും. സീത മണിക്കുട്ടനെയും കൊണ്ട് അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പോട്ടെ? എടി കാന്താരി, ഞാൻ ഇന്നലെ നിന്നെ വല്ലതും... പോ മനുഷ്യ. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് വിച്ചു ഉണർന്നത്. മണിക്കുട്ടൻ കോളിംഗ് എന്ന് കണ്ടതും അവൻ വേഗം ഫോൺ ചെവിയോട് ചേർത്തു. മറുപുറത്തു നിന്നും പൂര തെറിയായിരുന്നു. എടാ മഹാഭാവി, എന്തിനാടാ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി എന്നെ തെറി വിളിക്കുന്നേ? എഴുന്നേറ്റ് വാടാ മോനെ, ഞാനിവിടെ അമ്പലത്തിനടുത്തുണ്ട്. വിച്ചു ഫോൺ കട്ട് ചെയ്ത് ബുള്ളറ്റിൻ്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആൽമര ചുവട്ടിൽ മാനം നോക്കി കിടക്കുന്ന മണിക്കുട്ടൻ്റെ മനസ്സ് നിറയെ സീത മാത്രമായിരുന്നു. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് മണിക്കുട്ടൻ എഴുന്നേറ്റിരുന്നു. എടാ എരണം കെട്ടവനെ, ഇന്നലെ എന്തായിരുന്നു നിനക്ക്? വെളിവ് വന്നോ? നീ ആ കൊച്ചിനെ ബാക്കി വെച്ചിട്ടുണ്ടോ? മണിക്കുട്ടൻ വിച്ചുവിനെ നോക്കി ചിരിച്ചു. നീ എന്നെ വീട്ടിലൊന്നാക്ക്. ഓ പിന്നെ, ഇനി ആ ചാൻസി റാണിയുടെ വാളിന് മുന്നിൽ പോയി തല വയ്ക്കാത്തതേ ഉള്ളൂ. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് പാണ്ടിലൂറയ്ക്ക് തല വയ്ക്കുമോടാ? മണിക്കുട്ടൻ്റെ അമ്മയെക്കുറിച്ചാണ് വിച്ചു അത് പറഞ്ഞത്. വിച്ചുവും മണിക്കുട്ടനും വീട്ടിലെത്തിയതും യശോദാമ്മ മാർക്കറ്റിൽ പോയി കാണുമെന്ന്. നീ പോയി റൂമിൽ കിടന്നു. പാതിരാത്രി വന്നതാണെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പോട്ടെ? ബുദ്ധിമാനേ, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ, നമുക്ക് ഒരുമിച്ച് പോകാം. മണിക്കുട്ടൻ വിച്ചുവിനെ വിടുന്ന ലക്ഷണമില്ല. എടാ, ഞാൻ രാവിലെ പല്ല് പോലും തേക്കാതെയാതെ നീ വിളിച്ചപ്പോൾ വന്നത്. ഓ, അത് സാരമില്ല. ഇവിടെ ഇപ്പോൾ ചുംബന സമരമൊന്നുമില്ലല്ലോ. ഒന്നിങ്ങോട്ട് വാടാ കയറി. ഡോർ തുറന്നതും കണ്ടു വായുവീലൂടെ എന്തോ പറന്നു വരുന്നത്. വിച്ചുവും മണിക്കുട്ടനും വീട്ടിലെത്തി. യശോദാമ്മ മാർക്കറ്റിൽ പോയി കാണുമെടാ, നീ പോയി റൂമിൽ കിടന്നോ. പാതിരാത്രി വന്നതാണെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പോട്ടെ. പറഞ്ഞുകൊണ്ട് വിച്ചു ബൈക്ക് തിരിക്കാൻ ശ്രമിച്ചതും ബുദ്ധിമാനേ, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ, നമുക്ക് ഒരുമിച്ച് പോകാം. എടാ, ഞാൻ രാവിലെ പല്ല് പോലും തേക്കാതെയാ നീ വിളിച്ചപ്പോൾ വന്നത്. ഓ, അത് സാരമില്ല. ഇവിടെ ഇപ്പോൾ ചുംബന സമരമൊന്നും ഇല്ലല്ലോ. ഇങ്ങോട്ട് കയറി വാടാ. ഡോർ തുറന്നതും കണ്ടു വായുവീലെന്തോ പറന്നു വരുന്നത്. പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കൃത്യം ആ ചെമ്പ് വിച്ചുവിൻ്റെ നെഞ്ചിൽ ലാൻഡ് ചെയ്തു. വിച്ച് നെഞ്ചും തടവി മണിക്കുട്ടനെ നോക്കി. എടാ മെനകെട്ടവന്മാരെ, ഇന്നലെ എവിടെയായിരുന്നു? മണിക്കുട്ടൻ എന്തെങ്കിലും പറയും മുമ്പേ വിച്ചു ഇടയിൽ കയറി. സീതയുടെ വീട്ടിൽ മണിക്കുട്ടൻ പല്ലിറുമി. യശോദാമ്മ രണ്ടിനെയും കോളറിൽ തൂക്കി സെറ്റിയിലെറിഞ്ഞു. എടാ കള്ള മോനെ, നീ നാട്ടുകാരെ കൊണ്ട് പറയിക്കുമോ? നീ ഇന്നലെ എൻ്റെ കൊച്ചിൻ്റെ കൂടെയായിരുന്നോ എരണം കെട്ടവനെ? ഞാൻ ഇന്നലെ ഇത്തിരി ഓവറായിരുന്നു അമ്മ. എൻ്റെ പെണ്ണിനെ ഒന്ന് കാണണമെന്ന് തോന്നിപ്പോയതാ. പക്ഷെ തിരികെ വരാൻ പറ്റിയില്ല. ഞാൻ എന്നാ അവളെ എൻ്റെ മരുമകളായി കണ്ടതാ. ഞാൻ ഇന്ദിരയോട് സംസാരിച്ച് നമുക്കൊരു നിശ്ചയം നടത്തി വെക്കാം. അല്ലെങ്കിൽ നീ എൻ്റെ കൊച്ചിന് ചീത്തപ്പേരുണ്ടാക്കും. ഉച്ചയോടുകൂടി ഇന്ദിരയുടെ വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. മണിക്കുട്ടനും യശോദാമ്മയും കാറിൽ നിന്ന് ഇറങ്ങി. വരദ അമ്മയെയും സീതയെയും കൂട്ടി വരാന്തയിലേക്ക് വന്നു. യശോദാമ്മ സീതയെ അവരുടെ അടുത്തിരുത്തി. ഇന്ദിരേ, നമുക്ക് പിള്ളേരുടെ നിശ്ചയം നടത്തി വെച്ചാലോ? മുൻപേ പറഞ്ഞു വെച്ചതല്ലേ. എന്താ യശോദേച്ചി ഇത്ര തിടുക്കം? യശോദ മണിക്കുട്ടനെ ഒന്ന് നോക്കി. ഒന്നുമില്ലടി, പിള്ളേർക്ക് പ്രായം കൂടി വരികയല്ലേ. നമുക്കുടനെ ഒരു നിശ്ചയം നടത്താം. 6 മാസം കഴിഞ്ഞ് വിവാഹം. സീതയുടെ കാര്യം കഴിഞ്ഞിട്ടല്ലേ വരദയ്ക്ക് എവിടെയെങ്കിലും നോക്കും. അവൾക്കും പ്രായമായി വരികയല്ലേ. സമയം നീ കുറിക്കുമോ അതോ ഞാൻ പോകണോ? യശോദേച്ചി പോയി കുറിച്ചാൽ മതി, ഇന്ദിര പറഞ്ഞു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ചേച്ചി. വരദ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് യശോദ ഇന്ദിരയ്ക്കൊപ്പം അകത്തേക്ക് പോയി. വിച്ചുവും വരദയും കലപിലാ സംസാരമാണ്. മണിക്കുട്ടൻ സീതയ്ക്കരികിൽ ചെന്നിരുന്നു. എന്താടി കാന്താരി, നീ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? കുട്ടേട്ടൻ്റെ കൊച്ചു പിണക്കമാണോ? പോടാ കള്ളക്കുടിയ. എടി പെണ്ണെ, ഞാൻ വൈകുന്നേരം നിന്നെ കാവിൽ കാത്തിരിക്കും. നീ വരണേ. നീ മാത്രം വന്നാൽ മതി, നിന്റെ വാലിനെ കൊണ്ട് വരണ്ട.
വരതയെ ഉദ്ദേശിച്ചാണ് അവനത് പറഞ്ഞത്. അപ്പോഴേക്കും യശോദാമ്മയും ഇന്ദിരയും രണ്ടുപേർക്കുമുള്ള ജ്യൂസുമായി വന്നു. പിന്നെ അധിക നേരം അവരവിടെ നിന്നില്ല, യാത്ര പറഞ്ഞിറങ്ങി. വൈകുന്നേരം മണിക്കുട്ടൻ്റെ കോൾ വന്നു. നീ എപ്പോഴാ ഇറങ്ങുന്നേ? കുട്ടേട്ടൻ പറ, ഞാൻ എപ്പോൾ ഇറങ്ങണം? നീ ഇപ്പോൾ ഇറങ്ങിക്കോ. ശരി. സീത അമ്മയോടും വരതയോടും പറഞ്ഞ് കാവിലേക്ക് പോയി. സീത ഭഗവാന്റെ തിരുനടയിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ഭഗവാനേ, കുട്ടേട്ടന് മൊത്ത സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം തരണേ. എൻ്റെ കുട്ടേട്ടന് ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ. പ്രദക്ഷിണം പൂർത്തിയാക്കി അവൾ കാവിനുള്ളിലേക്ക് കയറി നഗത്തന്മാരെ വണങ്ങി. സീത മണിക്കുട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. വടി കാന്താരി, നമുക്ക് കാവിന് പുറത്തെ കുളക്കരയിൽ പോയി ഇരിക്കാം. കാവിൽ നിന്നും പുറത്തേക്കിറങ്ങി കുളക്കരയിലെ കൽപ്പടവിലിരുന്നു. സീത കയ്യിലിരുന്ന ഇലച്ചീന്തിൽ നിന്നും ചന്ദനം മണിക്കുട്ടൻ്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. ഇവിടെ വരെ വന്നിട്ടും എന്താ കുട്ടേട്ട അമ്പലത്തിൽ കയറി തൊഴാതെ പോയത്? ഞാൻ തൊഴാൻ കയറിയില്ലെങ്കിലും എൻ്റെ പെണ്ണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്തിനാ എന്നെ വരാൻ പറഞ്ഞേ? എടി, നിശ്ചയം എന്നൊന്നും പറഞ്ഞ് കടം വാങ്ങി ഒന്നും ചെയ്യേണ്ടെന്ന് നീ ഇന്ദിരാമ്മയോട് പറയണം. നീ മാത്രമല്ല, വരതയുടെ കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടുള്ളതൊക്കെ മതി. അതിൻ്റെ പേരിൽ ഇനി കടമൊന്നും വാങ്ങണ്ട. എനിക്ക് എൻ്റെ പെണ്ണിനെ മാത്രം മതി. നിന്നെ തീറ്റിപ്പോറ്റാനുള്ളതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നതുണ്ട്. സീത മണിക്കുട്ടൻ്റെ നെഞ്ചോരം ചാരിയിരുന്നു. ഇതിനു മാത്രം ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്? അവളുടെ കണ്ണ് നിറഞ്ഞു. മണിക്കുട്ടൻ്റെ നെഞ്ചിൽ അവളുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. എന്തിനാടി ഉണ്ണക്കണ്ണി ഇപ്പോൾ കരയുന്നേ? എന്നെ ഒരുപാട് ഇഷ്ടമാണോ കുട്ടേട്ടാ? പെണ്ണിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൻ അതിനൊന്ന് ചിരിച്ചു. അമ്മ കണിയാനെ കണ്ട് ദിവസം കുറിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് പോകാം കുട്ടേട്ടാ, നേരെ ഒരുപാടായി. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടേ പോകുന്നുള്ളൂ, പോരെ? സീത മണിക്കുട്ടൻ്റെ കയ്യും പിടിച്ച് പടവനപത്തൂടെ നടന്നു. എടി കാന്താരി, ഞാൻ ഇന്നും മതിൽ ചാടേണ്ടി വരട്ടെ? നീ വാതിൽ തുറന്നു തരുമോ? ഇല്ല മോനെ, ഇനി ആ ഭാഗത്ത് വന്നാൽ ഞാൻ യശോദാമ്മയെ വിളിക്കും. ദൂരെ നിന്നേ കണ്ടു വരതയും അമ്മയും നോക്കിയിരിക്കുന്നത്. മണിക്കുട്ടൻ്റെ കൂടെ കണ്ടതും ഇന്ദിരാമ്മയുടെ മുഖത്തെ പരിഭ്രമം മാറി. കയറുന്നില്ലേ മണിക്കുട്ടാ? ഇല്ല ഇന്ദിരാമ്മേ, നേരെ ഒരുപാടായി. മണിക്കുട്ടൻ വീടെത്തിയപ്പോൾ യശോദാമ്മ കിടക്കുകയായിരുന്നു. ഈ നേരത്തെ ഒരു കിടത്തം പതിവില്ലല്ലോ. എന്ത് പറ്റിയമ്മേ? വല്ലായിക എന്തെങ്കിലും ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? ഇല്ലടാ, കുഴപ്പമൊന്നുമില്ല. മനസ്സിനെന്തോ ഒരു ഭാരം. അമ്മ കണിയാനെ കാണാൻ പോയിട്ട് എന്തായി? നിനക്കിപ്പോൾ സമയം നല്ലതല്ല. കുറച്ച് പൂജയും വഴിപാടും ഒക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് സമയം നോക്കിയാൽ മതിയെന്നാ കണിയാൻ പറയുന്നേ. അതിനാണോ അമ്മയ്ക്ക് ഇത്ര വിഷമം? എൻ്റെ സമയമോശം മാറിയിട്ട് മതിയെല്ലാം. അമ്മയ്ക്കല്ലേ ധൃതി എന്നെ പിടിച്ച് കെട്ടിക്കാൻ? നിശ്ചയം വരെ ഞാനിങ്ങനെ എൻ്റെ പെണ്ണിനെ പ്രണയിച്ച് നടന്നോളാം. ഞാൻ ഇന്ദിരയെ വിളിച്ച് എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടമ്മമാരും കൂടി സീതയെ കൊണ്ട് പൂജയും വഴിപാടും ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. എടാ മണിക്കുട്ട, ഇന്നൊരു അവധി ദിവസമായിട്ട് പോത്തിനെ പോലെ കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോടാ. ഈ അമ്മയ്ക്ക് എന്താ? ഞാൻ കുറച്ചുകൂടി കിടക്കട്ടെ. മണിക്കുട്ടൻ തലേണയിൽ മുഖമമർത്തി ഒന്നുകൂടെ പുതച്ചു കിടന്നു. യശോദ മണിക്കുട്ടൻ്റെ നടും പുറത്തൊരു ചവിട്ട് കൊടുത്തു. മണിക്കുട്ടൻ ഭൂമിദേവിയെ പ്രണാമം ചെയ്തു. അഴിഞ്ഞുപോയ മുണ്ട് വലിച്ചെടുത്ത് ചാടി എണീറ്റു. അമ്മയ്ക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലേ? ഭയരണം കെട്ടവനെ, ഞാൻ കൊച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൾ ഒരുങ്ങി നിൽക്കും. നീ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി അവളെയും കൂട്ടി അമ്പലത്തിൽ പോയി വാ. ഒന്ന് കറങ്ങി അടിച്ച് വാടാ മണകുണാഞ്ച. ആദ്യത്തെ അമ്പരപ്പ് മാറി. മണിക്കുട്ടൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിൽ മുത്തി. ഈ ചെറുക്കൻ. മണിക്കുട്ടൻ വേഗം റെഡിയായി. കറുത്ത ഷർട്ട്, അതിന് മാച്ച് കറുത്തകരമുണ്ട്. വലത് കൈയിൽ രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റും ഇടത് കൈയിൽ വാച്ചും. ബൈക്കിൻ്റെ കീയും എടുത്തിറങ്ങി. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. ഇന്ദിരാമ്മയുടെ വീടെത്തിയപ്പോൾ കണ്ടു തന്നെയും കാത്തു നിൽക്കുന്ന പെണ്ണിനെ. മെറൂൺ കരയുള്ള സെറ്റുമുണ്ട്, അതിന് മാച്ച് ബ്ലൗസും. കഴുത്തിൽ പാലക്കയുടെ സിമ്പിൾ നെക്ലേസ്, അതിന് ചേർന്ന വലിയ ജിമിക്കി. നെറ്റിയിൽ ചെറിയ പൊട്ടും. ഉണ്ട കണ്ണിൽ കൺമഷി കട്ടിയിൽ തേച്ച് കറുപ്പിച്ചിട്ടുണ്ട്. മുടി രണ്ട് സൈഡിൽ നിന്നും കുറച്ചെടുത്ത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് പെണ്ണിനെ ഇങ്ങനെ സാരി ഉടുത്ത് കാണുന്നത്. ആദ്യമായി സാരി ഉടുക്കുന്നതിൻ്റെ ചില പോരായ്മയുണ്ട്. ഇടുപ്പിൻ്റെ ഭാഗം കുറച്ച് കാണാമോ? കൈകൊണ്ട് മറച്ചു പിടിക്കുന്നുണ്ട്. ഈ പെണ്ണ് രാവിലെ മനുഷ്യൻ്റെ കൺട്രോൾ കളയിക്കും. പോയിട്ട് വരാം അമ്മേ. ഇറങ്ങട്ടെ ഇന്ദിരാമ്മേ? സൂക്ഷിച്ചു പോണേ മണിക്കുട്ട, അധികം സ്പീഡ് വേണ്ട, ഇന്ദിര ഓർമ്മിപ്പിച്ചു. സീത മണിക്കുട്ടൻ്റെ പുറകിൽ കയറി. ഉടനെ അവൻ അവളുടെ കൈപിടിച്ച് വയറിൽ വെച്ചു. ദേ കുട്ടേട്ടാ, പതുക്കെ പോണേ. പിന്നെ വഴി കാണുന്ന എല്ലാ കുണ്ടിലും കുഴിയിലും വീഴ്ത്തല്ലേ. പോടി കാന്താരി, നിന്റെ കുട്ടേട്ടൻ നീറ്റല്ലേ? പറഞ്ഞു തീർന്നില്ല. ദാ വണ്ടി ഒന്ന് തെന്നിയതും സീത സീറ്റിൽ നിന്നും അല്പം ഉയർന്ന് മണിക്കുട്ടൻ്റെ മേലേക്കുള്ള പിടിമുറുക്കി. മണിക്കുട്ടൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മഹാദേവന്റെ സന്നിധിയിൽ രണ്ടുപേരും മനസ്സ് നിറഞ്ഞു തൊഴുതു. ജലധാരയും കൂവളമാലയും സമർപ്പിച്ചു. ഭഗവാന്റെ പിൻവിളക്കിൽ ഒഴിക്കാൻ എണ്ണയും തിരുമേനിയിൽ നിന്നും പ്രസാദവും വാങ്ങി. പ്രദക്ഷിണം പൂർത്തിയാക്കി പുറത്തിറങ്ങി. ഇലച്ചീന്തിൽ നിന്നും പരസ്പരം ചന്ദനവും തൊട്ടു. അമ്പലത്തിൽ നിന്നും ഇറങ്ങി നേരെ അടുത്ത് കണ്ട റെസ്റ്റോറൻറ്റിൽ കയറി.
ബൈക്ക് പാർക്ക് ചെയ്ത് രണ്ടുപേരും ഫാമിലി റൂമിലിരുന്നു. ഡി ഉണ്ടക്കണ്ണി, നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് നെയ്ദോശ മതി കുട്ടേട്ടാ. വെയിറ്റർ വന്ന് ഓർഡർ എടുത്ത് പോയി. ആ നേരം മണിക്കുട്ടൻ ഫോണിൽ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭക്ഷണം കഴിഞ്ഞ് അവർ നേരെ അടുത്തുള്ള ബീച്ചിലേക്ക് പോയി. അവധി ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ചവെയിലിൽ കടുത്ത് നിൽക്കുന്ന മണിക്കുട്ടൻ സീതയെയും കൊണ്ട് തിരക്ക് കുറഞ്ഞ ഭാഗത്തേക്കിരുന്നു. സീത മണിക്കുട്ടൻ്റെ ഫോൺ വാങ്ങി. കുട്ടേട്ടാ, ഇങ്ങോട്ട് നോക്കിയേ. എന്താടി, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. പിന്നെന്താ? മണിക്കുട്ടൻ സീതയുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇനി നീ ഇഷ്ടം പോലെ എടുത്തു. വേണ്ടായിരുന്നു. മണിക്കുട്ടൻ സീതയെ അവിടെ ഇരുത്തി ഐസ്ക്രീം വാങ്ങാൻ പോയി. 2 കോൺ ഐസ് വാങ്ങി വരുമ്പോഴേക്കും കണ്ട കാഴ്ച അവൻ്റെ സകല നിയന്ത്രണവും കളഞ്ഞു. പെരുവിരലിൽ നിന്നും ഉറഞ്ഞു കയറി ഐസ്ക്രീം വലിച്ചെറിഞ്ഞു. അവൻ നേരെ പാഞ്ഞു ചെന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ ഷർട്ടിൽ തൂക്കിയെടുത്ത് അടിക്കാനും ചവിട്ടാനും തുടങ്ങി. ഇതിനിടയിൽ അവൻ്റെ ഫോൺ വാങ്ങി നോക്കി നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. സീത ഓടി വന്ന് മണിക്കുട്ടനെ പിടിച്ചു. കുട്ടേട്ട, എന്താ ഈ കാണിക്കുന്നേ? അയാളെ വിടാന്. ബഹളം കേട്ട് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഓടി വന്ന് മണിക്കുട്ടനെ പിടിച്ചു മാറ്റി. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? അയാൾ ചത്തുപോകില്ലേ? ഇവനൊക്കെ ചാകണം. മണിക്കുട്ടൻ അവൻ്റെ ചെകിട്ടി മാറി മാറി അടിച്ചു. എടോ, എന്താ കാര്യം? എന്താണെന്ന് പറഞ്ഞിട്ട് അയാളുടെ തല്ലടോ. ഇവൻ ഈ പുന്നാര മോൻ എൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ എടുത്തേക്കുന്നു. അവളുടെ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഏകദേശം പെൺകുട്ടികളുടെ ഫോട്ടോയും അവൻ്റെ ഫോണിലുണ്ട്. മണിക്കുട്ടൻ തുടങ്ങി വെച്ചതും ബാക്കിയുള്ളവർ വെടിപ്പാക്കി പരിപാടി തീർത്തു. അവൻ്റെ അമ്മയ്ക്ക് പോലും ഇപ്പോൾ അവനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. മണിക്കുട്ടൻ സീതയെയും കൊണ്ട് ഒഴിഞ്ഞ ഒരു ബെഞ്ചിൽ വന്നിരുന്നു. എന്തിനാ കുട്ടേട്ട ഇങ്ങനെ തല്ലിന് പോണേ? സീത ചോദിച്ചു തീർന്നില്ല. മണിക്കുട്ടൻ സീതയുടെ വയറിന് ഒരു പിച്ചു വെച്ചു കൊടുത്തു. എന്താ മനുഷ്യ നിങ്ങൾക്ക്? എനിക്ക് വേദനിച്ചു. നിന്നോട് ആരാടി പറഞ്ഞ കോപ്പേ ഈ സാരിയും ചുറ്റി വരാൻ? കുട്ടേട്ടന് ഇഷ്ടമാണല്ലോ ഞാൻ സാരി ഉടുക്കുന്നത്. എടി, എനിക്ക് നീ സാരി ഉടുത്ത് കാണാൻ ഇഷ്ടമാ എന്നും പറഞ്ഞ് ഞാൻ മാത്രം കാണാനുള്ളത് ഇങ്ങനെ നാട്ടുകാരെ കാണിക്കണമോടി? അവനല്ല, നിനക്കിട്ട 2 പൊട്ടിക്കേണ്ട. എടി പൊട്ടിക്കളി. ഈ സാരി ഉടുക്കുമ്പോൾ മണിക്കുട്ടൻ സീതയുടെ വയറിൽ പിച്ചി ഈ ഭാഗത്തൊക്കെ പിൻ ചെയ്ത് വെക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഇതുപോലെയുള്ളവന്മാർ അതൊക്കെ കാഴ്ചയാകും. സീതയ്ക്ക് കരച്ചിൽ വന്നു. പെണ്ണ് തുടങ്ങി. ഡി, നീ ആ ഷട്ടർ തുറക്കല്ലേ. വാ, നമുക്ക് പോകാം. നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് വിശപ്പില്ല, എന്നാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. മണിക്കുട്ടൻ സീതയെയും കൂട്ടിക്കൊണ്ടുപോയി ബിരിയാണി കഴിച്ചു. അമ്മയ്ക്കും ഇന്ദിരാമ്മയ്ക്കും വരതയ്ക്കുമുള്ളത് പാർസൽ വാങ്ങി. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ സീത വിഷമിച്ചിരുന്നു. എടി കാന്താരി, നിന്റെ വയറിൽ എന്താ ഒരു മറുക്? മറുകോ? പൊക്കിളിന് താഴെ. ഈ മനുഷ്യൻ വൃത്തികെട്ടവൻ. ഞാൻ വൃത്തികെട്ടവനോ? എടി, ഞാൻ കടപ്പുറത്തിട്ട് തല്ലിയില്ലേ? അവൻ്റെ ഫോണിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്തിനാ വെറുതെയാണോ അവനെ തല്ലിയത്? നീ പേടിക്കണ്ട. അതല്ലേ ഞാൻ അവൻ്റെ ഫോൺ വാങ്ങി എറിഞ്ഞു പൊട്ടിച്ചത്. ഇതിനു മുൻപേ മെമ്മറി കാർഡ് ഊരിയെടുത്തു. സീത ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു. നീ എന്നെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ലേ പെണ്ണേ? സീതയെ വീട്ടിലിറക്കി മണിക്കുട്ടൻ അമ്മയ്ക്കുള്ള ബിരിയാണിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. മഹാദേവ, ഇവൾ എന്നും എന്നെ കൊണ്ട് മതിൽ ചാടിക്കും. രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും മണിക്കുട്ടൻ ഉറക്കം വരുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ പെണ്ണിൻ്റെ മുഖമാണ്. പിന്നെ അവളുടെ അണിവയറും കാണാമറുകും. ഇവളെന്നെ മതിൽ ചാടിക്കും. അമ്മ അറിഞ്ഞാൽ ഇനി. ഫോൺ റിങ് ചെയ്തതും മണിക്കുട്ടൻ ആലോചന നിർത്തിവെച്ചു. വിച്ചു കളിങ്. ഹലോ, എന്താടാ, ഉറങ്ങിയില്ലേ? എങ്ങനെ മതിൽ ചാടാമെന്നായിരിക്കും. സാർ. നീയാണോടാ ആത്മാർത്ഥ സുഹൃത്ത്? എന്താടാ കാര്യം? മണിക്കുട്ട, നമുക്ക് നാളെ ബോംബെ വരെ പോകണം. എന്താടാ പെട്ടെന്ന്? പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് ലേബർ പ്രോബ്ലം. അത് പരിഹരിച്ചാൽ മാത്രമേ സമയത്തിന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. നിനക്കറിയാമല്ലോ, ആ പ്രോജക്റ്റ് സക്സസ് ആകണം. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്കും അതിനുവേണ്ടി മുടക്കിയിരിക്കുന്നത്. ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് 6. എന്തായാലും 1 മന്ത് വേണ്ടി വരും എല്ലാം ഒന്ന് ശരിയാകാൻ. നീ എന്നെ രാവിലെ ഒന്ന് വിളിക്കണേ. ശരിയടാ, ഞാൻ വയ്ക്കുക. ഗുഡ് നൈറ്റ്. സീത എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കും? പെണ്ണ് കഴിഞ്ഞ തവണ പോയിട്ട് വന്നപ്പോൾ തന്നെ കരച്ചിലും നിലവിളിയുമായിരുന്നു. എന്തായാലും ഇന്ന് മതിൽ ചാടിയാലേ പറ്റൂ. മണിക്കുട്ടൻ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ നല്ല ഉറക്കമാണ്. അമ്മേ, എന്താടാ, നിനക്ക് ഉറക്കമില്ലേ? അമ്മേ, എനിക്ക് നാളെ ബോംബെക്ക് പോകണം. 1 മാസത്തേക്കാണ്. അവിടെ കമ്പനിയിൽ ചില പ്രോബ്ലം. എടാ, ഇത്രയും നാളോ? സീത അവളോട് പറഞ്ഞോ? വിച്ചു ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. എൻ്റെ മോന് മതിൽ ചാടാൻ ഒരു കാരണമായി. വേഗം വരണം. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് സീത ഉണർന്നത്. ഹലോ, എടി കാന്താരി, നീ ഉറങ്ങിയോ? ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയാണോ കുട്ടേട്ടാ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നേ? ഡി, നീ ഒന്ന് പുറത്ത് വാ. ഇല്ല, ഞാൻ വരില്ല. നല്ല കൊച്ചല്ലേ, ഒന്ന് വായോ. ഞാനിവിടെ പുറത്തുണ്ട്, പ്ലീസ്. ഈ കുട്ടേട്ടൻ. സീത മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു. അമ്മയും വരതയും കിടക്കുന്ന മുറി പുറത്തു നിന്നും കൊളുത്തിട്ടു. അടുക്കള കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വരില്ലെന്ന് പറഞ്ഞിട്ട് പറ, എന്താ കാര്യം? എന്നിട്ട് വേഗം പോ. അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ വേണ്ട, നീ പൊയ്ക്കോ. പിണങ്ങല്ലേ കുട്ടേട്ടാ. വാ, നമുക്ക് ആ വിറകുപുരയിൽ പോയിരിക്കാം.
സീത കണ്ണ് തള്ളി ചുണ്ടു കൂർപ്പിച്ചു. നിന്റെ കണ്ണിപ്പോൾ താഴെ വീഴും പെണ്ണേ. മണിക്കുട്ടൻ സീതയുടെ കയ്യും പിടിച്ച് വിറകുപുഴയ്ക്ക് അടുത്തേക്ക് നടന്നു. പേരിന് വിറകുപുര എന്ന് പറഞ്ഞാലും വീട്ടിലെ ആവശ്യമില്ലാത്ത ഫർണിച്ചറൊക്കെ അവിടെയാണ് സൂക്ഷിക്കുന്നത്. മണിക്കുട്ടൻ മൊബൈൽ ടോർച്ച് തെളിച്ച് വിറകുപുര തുറന്നു. സീത മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു. അടുത്ത് കണ്ട ദിവാൻ കോട്ടിൽ സീതയും മണിക്കുട്ടനും ഇരുന്നു. ഇനി പറ, എന്താ കാര്യം? എടി, എനിക്കൊരാഗ്രഹം. എന്താഗ്രഹം ഈ പാതിരാത്രി? എടി, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാര്യം പറ കുട്ടേട്ടാ. അതെനിക്ക് ആ മറുകൊന്ന് കാണാൻ. എന്തോന്ന്? സീത ധാവണി പിടിച്ച് വയർ നന്നായി പൊതിഞ്ഞു. സീതേ, പ്ലീസ് പ്ലീസ് ഡി, ഞാനല്ലേ നിന്റെ കുട്ടേട്ടനല്ലേ, നിനക്കെന്നെ വിശ്വാസമില്ലേ? അങ്ങനെ പറയല്ലേ കുട്ടേട്ടാ. സീത മണിക്കുട്ടൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. മണിക്കുട്ടൻ സീതയെ കൈകളിൽ കോരിയെടുത്ത് ദിവാൻകൂട്ടിൽ കിടത്തി. സീതയ്ക്ക് ആകെ പരവേശം തോന്നി. ഉമിനീർ തൊണ്ടയിൽ തങ്ങി. മണിക്കുട്ടൻ വയർഭാഗത്തെ ധാവണി മാറ്റി. അവളുടെ അണിവയറും പുക്കിൾച്ചുഴിയും അതിനോട് ചേർന്നുള്ള കറുത്ത മറുകും അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാക്കി. മണിക്കുട്ടൻ മറുകിൽ അമർത്തി ചുംബിച്ചു. സീത ഉയർന്നു പൊങ്ങി. മണിക്കുട്ടൻ്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു. സീതയുടെ ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി ഉയർന്നു. മണിക്കുട്ടൻ അവളുടെ കഴുത്തിൽ മുഖമമർത്തി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഇഴഞ്ഞു നടന്നു. മണിക്കുട്ടൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയുമായി ചേർന്നു. അവളുടെ ചുണ്ടിലെ തേൻ നുണഞ്ഞു. ഇരുവരും മത്സരിച്ച് ചുണ്ടുകൾ നുണഞ്ഞു. സീതയുടെ വിരലുകൾ മണിക്കുട്ടൻ്റെ തോളിൽ പതിഞ്ഞു. ശ്വാസം വില്ലനായപ്പോൾ മണിക്കുട്ടൻ സീതയെ അടർത്തി മാറ്റി. സീതയുടെ ചുണ്ടിൽ പറ്റിയ ചോര മണിക്കുട്ടൻ വിരലിനാൽ തുടച്ചു മാറ്റി. സീത മണിക്കുട്ടൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ കുട്ടേട്ടാ, ഒരുപാട് നേരമായില്ലേ. ഒരു കാര്യം പറയാനുണ്ട്. ഇനിയുമുണ്ടോ? അതല്ലടി. പിന്നെന്താ കുട്ടേട്ടാ? നാളെ ഞാനും വിച്ചുവും കൂടി ബോംബെക്ക് പോകുന്നു. അവിടെ ഒരു കമ്പനിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഒരു മാസമെങ്കിലും നിൽക്കണം. ഒരു മാസം? വേണ്ട കുട്ടേട്ടൻ, പോണ്ട. എനിക്ക് കുട്ടേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. എടി, പോകാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അത്യാവശ്യമാണ്. വിച്ചു കുറച്ച് മുന്നെയാണ് വിളിച്ചു പറഞ്ഞത്. എനിക്ക് കുട്ടേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. എങ്ങേങ്ങി കരയുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവന് വാത്സല്യം തോന്നി. നീ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ സമാധാനത്തിൽ പോകും? ഇല്ല, ഞാൻ ഇനി കരയില്ല. കുട്ടേട്ടൻ വിഷമിക്കേണ്ട. ഞാൻ സമയം കിട്ടുമ്പോൾ നിന്നെ വിളിച്ചോളാം. പകൽ സമയം കാണില്ല, രാത്രി വിളിക്കാം. ഇടയ്ക്ക് യശോദാമ്മയെ പോയി നോക്കണം കേട്ടോ. വാ, നമുക്ക് പോകാം. വേണ്ട, ഇത്തിരി കൂടി ഇരിക്കു കുട്ടേട്ടാ. ഇത്രയും നേരം പോകാൻ ബഹളം വെച്ച എൻ്റെ കാന്താരിക്ക് ഇപ്പോൾ പോണ്ടേ? വേണ്ട, ഇനി ഒരു മാസം കാത്തിരിക്കണ്ടേ ഇതുപോലെ അടുത്ത് കാണാൻ? സീത മണിക്കുട്ടനെ കെട്ടിപ്പിടിച്ചു. മിഴികൾ അപ്പോഴും നിറഞ്ഞു തൂക്കിക്കൊണ്ടേയിരുന്നു. മണിക്കുട്ടൻ സീതയെ നെഞ്ചോട് ചേർത്ത് കിടന്നു. എപ്പോഴോ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് മണിക്കുട്ടൻ ഉണർന്നത്. ഡാ മണിക്കുട്ട, നീ എണീറ്റോ? ഇല്ലടാ, എടാ സമയമുണ്ട്. മണി 4 ആകുന്നതേ ഉള്ളൂ. ഞാൻ നിന്നെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. നീ ലേറ്റാക്കല്ലേ. നീ ഇപ്പോൾ എവിടെയാടാ? എടാ ഞാനിപ്പോൾ. നീ ഇന്നലെയും മതിൽ ചാടിയല്ലേ? നിന്നെയൊക്കെ ഞാൻ വരണോടാ. നീ ഒന്ന് വാ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ലേറ്റാവും. നീ റോഡിലേക്ക് ഇറങ്ങ്. മണിക്കുട്ടൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു. തൻ്റെ നെഞ്ചിൽ പതുങ്ങി കിടന്നുറങ്ങുന്ന പെണ്ണിനെ നോക്കി. ഡി കാന്താരി, എണീക്ക് പെണ്ണേ. സീത വേഗം ഞെട്ടിപ്പിടഞ്ഞ് എണീറ്റു. നേരം വെളുത്തോ കുട്ടേട്ടാ? എടി, 4 മണിയായി. എനിക്ക് പോണ്ടേ. 6 മണിക്കാണ് ഫ്ലൈറ്റ്. വിച്ചു ഇപ്പോൾ വരും. മണിക്കുട്ടൻ സീതയെ കൂട്ടി വിറകുപുരക അടച്ച് അടുക്കള ഭാഗത്തേക്ക് വന്നു. ഞാൻ വേഗം പോയേച്ചും വരാം. സീത മണിക്കുട്ടൻ്റെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. അവൻ്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. വേഗം പോയേച്ചും വാ. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വേഗം അടുക്കളയിൽ കയറി കഥ കടച്ച് നിലത്തേക്ക് ഊർന്നിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ തോളിൽ അമർത്തി തുടച്ച് മണിക്കുട്ടൻ വേഗം അവിടെ നിന്നും ഇറങ്ങി. റോഡിൽ വിച്ചു അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. മണിക്കുട്ടൻ ഒന്നും മിണ്ടാതെ ബൈക്കിൽ കയറി. എന്താടാ, എന്ത് പറ്റി? എടാ, എൻ്റെ പെണ്ണ്, അവൾ ഭയങ്കര കരച്ചിലാടാ. നീ ഇത്രയ്ക്കേ ഉള്ളോടാ മണിക്കുട്ട. നീ അവളെക്കാൾ കഷ്ടമാണല്ലോ. ഇതാന്ന് പറഞ്ഞു പോകില്ലേ ഒരു മാസം? എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത. നീ വേഗം വണ്ടിയെടുക്ക്. വീട്ടിലെത്തിയതും കണ്ടു തന്നെ കാത്തു നിൽക്കുന്ന അമ്മയെ. ഞാൻ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെന്ന് നീ ഒന്ന് നോക്ക്. അമ്മേ, ഞാൻ ഇന്നലെ. സാരമില്ലടാ, അമ്മയ്ക്കറിയാം. നിന്നെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് പറ്റില്ലടാ. അവൾ കുഞ്ഞല്ലേ, സങ്കടം കാണും. മക്കൾ വേഗം പോയി റെഡിയാവ്. മണിക്കുട്ടൻ അമ്മയെ ചേർത്ത് പിടിച്ചു. അയ്യേ, കരയുന്നു അമ്മയുടെ തെമ്മാടി. പോയി റെഡിയാകടാ. ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി. സീതയ്ക്ക് ഓരോ ദിവസവും ഓരോ യുഗങ്ങൾ പോലെ തോന്നി. ഇടയ്ക്ക് യശോദാമ്മയെ കാണാൻ പോകും. മണിക്കുട്ടൻ്റെ മുറിയിൽ സമയം ചെലവഴിക്കും. ഇടയ്ക്കൊക്കെ മണിക്കുട്ടൻ വിളിക്കുമ്പോൾ അമ്മയോടും ഭരതിയോടും സംസാരിക്കും. 1 മാസം എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ മാസം 2 കഴിഞ്ഞു. കമ്പനി കാര്യങ്ങളെല്ലാം ശരിയാക്കി. സീത പിന്നെ പിണക്കവും പരിഭവമായി കഴിഞ്ഞു. നാളെയാണ് മണിക്കുട്ടനും വിച്ചുവും വരുന്നത്. സീതയ്ക്ക് രാത്രി ഉറക്കം വന്നില്ല. മനസ്സിനെന്തോ വല്ലാത്ത ഭാരം. ഒടുവിൽ എപ്പോഴോ നിദ്രാദേവി അവളെ കടാക്ഷിച്ചു. രാവിലെ വരതയുടെ അലർച്ച കേട്ടാണ് സീത ഉണർന്നത്. അവൾ കാറ്റ് പോലെ പുറത്തേക്ക് ഓടി. അമ്മേ, വരതേ, എന്തു പറ്റി? ചേച്ചി, സീതേച്ചി.
എന്താടി, എന്താ പറ്റിയേ? നമ്മുടെ മണിക്കുട്ടൻ ചേട്ടനും വിച്ചുവേട്ടനും വന്ന വണ്ടി ആക്സിഡൻ്റായി. ബാക്കി കേൾക്കും മുമ്പേ സീത ബോധമറ്റ് നിലത്തേക്ക് വീണു. തൻ്റെ ജീവിതത്തിൽ വിധി കാത്തുവെച്ച നഷ്ടങ്ങൾ എന്തെന്ന് അവൾ അന്നേരം അറിഞ്ഞിരുന്നില്ല. വയനാട് വെച്ച് ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. സ്പോട്ടിൽ വെച്ച് തന്നെ ട്രക്ക് ഡ്രൈവർ മരിച്ചു. അതുവഴി വന്ന ലോറിക്കാരാണ് റോഡിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന ഒരാളെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവിടെ വെച്ചാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പോലീസ് സംഭവം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ നടത്തിയ തിരച്ചിലിലാണ് കാറിൽ 2 പേരുണ്ടായിരുന്നെന്ന് മനസ്സിലായത്. ഹോസ്പിറ്റലിൽ എത്തിച്ച് ആൾ അവിടെ എത്തിയപ്പോൾ തന്നെ മരിച്ചെന്ന് വിവരം പോലീസിന് ലഭിച്ചു. കുറച്ചു പേരെ തിരച്ചിലിന് നിർത്തിയിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ബിജുലാൽ ഹോസ്പിറ്റലിലെത്തി. വാഹനത്തിൽ നിന്നും കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് മരിച്ച ആൾ വിച്ചു ആണെന്ന് സ്ഥിരീകരിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ്, അഡ്രസ്സ് വെച്ച് നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് വീട്ടിൽ വിവരം അറിയിച്ചത്. വിച്ചുവിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയച്ചു. കൂടെ തന്നെ അവരുടെ സാധനങ്ങളുമായി പോലീസ് ജീപ്പും. ബോധമറ്റ് വീണ സീതയെ ഇന്ദിരയും വരദയും കൂടി താങ്ങിയെടുത്ത് മുറിയിലേക്ക് എത്തിച്ചു. ശക്തിയായി മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ടും അവൾക്ക് മാറ്റമില്ല. അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പുലമ്പുന്നു. വരദ പിന്നെയും വെള്ളം തെറിപ്പിച്ചു സീതയെ കുലുക്കി വിളിച്ചു. സീതേച്ചി, എനിക്ക് സീതേച്ചി. കണ്ണുകൾ വലിച്ചു തുറന്ന് ചുറ്റും നോക്കി. ചാടി എണീറ്റ് ഒരു ഭ്രാന്തിയെ പോലെ പുറത്തേക്കോടി. ഇന്ദിരയ്ക്കും വരദയ്ക്കും അവൾക്കൊപ്പം എത്താൻ കഴിഞ്ഞില്ല. യശോദയുടെ വീടിന് ചുറ്റും നാട്ടുകാരിൽ ചിലർ കൂടി നിന്ന് അടക്കം പറയുന്നുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുകയാണ്. സീത കാറ്റുപോലെ ആ വീട്ടിലേക്ക് പാഞ്ഞു. യശോദാമ്മ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. പറയൂ യശോദാമ്മേ, എൻ്റെ കുട്ടിയേട്ടൻ എന്താ പറ്റിയേ? പറയാൻ. ആ അമ്മയ്ക്ക് അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. തകർന്നു പോയിരുന്നു. ആ പെണ്ണിൻ്റെ സങ്കടം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. മോളെ, എൻ്റെ കുഞ്ഞ്, അവൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അമ്മയ്ക്ക് അറിയില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഈശ്വര? പുറത്ത് ആംബുലൻസിൻ്റെ ശബ്ദം കേട്ട് യശോദാമ്മയും സീതയും പുറത്തേക്ക് വന്നു. ആംബുലൻസിൽ നിന്നും വിച്ചുവിൻ്റെ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നു. കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ മുന്നിൽ വിച്ചുവിനെ കിടത്തി. യശോദാമ്മ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് പൊട്ടിക്കരഞ്ഞു. എന്നും തൻ്റെ മണിക്കുട്ടൻ്റെ തോളോട് തോൾ ചേർന്ന് യശോദാമ്മയെ എന്ന് വിളിച്ചു വരുന്ന വിച്ചുവിൻ്റെ ജീവനില്ലാത്ത ശരീരം ആ മനസ്സിൽ കീറി മുറിച്ചു. അലറിക്കരഞ്ഞു. പൊന്നു മോനെ വിച്ചു, ഇങ്ങനെ വരാനാണോടാ ഞാൻ നിങ്ങളെ യാത്രയാക്കിയത്? കണ്ണു തുറക്കടാ മക്കളെ, യശോദാമ്മയെന്ന് വിളിക്കടാ. സഹിക്കുന്നില്ലടാ ഈ കിടപ്പ് കാണാൻ. വയ്യട മക്കളെ, അമ്മയ്ക്ക് വയ്യ. എവിടെയാടാ നിൻ്റെ മണിക്കുട്ടൻ? വിച്ചു നേർത്തുപോയി, തളർന്നുപോയി ആ അമ്മ. വിച്ചേട്ടാ, എണീക്ക് വിച്ചേട്ടാ. സീതക്കുട്ടി വിളിക്കുന്ന കേട്ടില്ലേ? എന്നെ ഒന്ന് നോക്ക്, കളിയാക്ക്. എന്നെ എന്തെങ്കിലും ഒന്ന് പറ വിച്ചേട്ടാ. എൻ്റെ കുട്ടേട്ടൻ എവിടെ? വിച്ചേട്ടനോട് പറയാതെ എൻ്റെ കുട്ടേട്ടൻ ഒരിടത്തും പോവില്ല. പറ വിച്ചേട്ടാ, എണീക്ക് വിച്ചേട്ടാ. അവളൊരു ഭ്രാന്തിയെ പോലെ പുലമ്പി. ഇന്ദിരാമ്മ സീതയെ മുറിയിലേക്ക് കൊണ്ടുപോയി. ആരൊക്കെയോ ചേർന്ന് യശോദാമ്മയോട് എന്തൊക്കെയോ സംസാരിച്ചു. വിച്ചുവിൻ്റെ ബോഡി പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. യശോദാമ്മ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. യശോദാമ്മയുടെ പൊന്നു മോനെ, കൊണ്ടുപോയിക്കോ, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ. എനിക്ക് കാണണ്ട. അതുവരെ നേർത്ത തേങ്ങലുമായി നിന്ന വരദ വിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ തന്നെ നോക്കി. ആ മുഖം തൻ്റെ കയ്യിൽ പൊതിഞ്ഞു. ആ കവിളിൽ ചുംബിച്ചു. തൻ്റെ പ്രണയത്തെ അവസാനമായി ഒന്ന് നോക്കി അകത്തേക്ക് പോയി. ഇന്ദിരാമ്മ നെടുവീർപ്പെട്ടു. വിച്ചുവിനെ നെടുവത്തൂരിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ചടങ്ങുകളൊന്നും തന്നെ നടത്തിയില്ല. പോലീസുകാർ ചില നാട്ടുകാരോട് വിച്ചുവിനെയും മണിക്കുട്ടനെയും കുറിച്ച് തിരക്കി. ആ വിച്ചുവിന് ആരുമില്ല സാറേ. ഈ കാണാതെ പോയ മണിക്കുട്ടൻ്റെ യശോദാമ്മയും അവൻ്റെ എല്ലാം. രണ്ടും വലിയ കൂട്ടാ. എല്ലായ്പ്പോഴും ഒന്നിച്ചല്ലാതെ കാണില്ല. നല്ല പിള്ളാരാ. പറഞ്ഞിട്ടെന്താ, അവസാന യാത്രയും അവർ ഒരുമിച്ച്. ആ കുട്ടി അതാരാ? മണിക്കുട്ടൻ കിട്ടാനിരുന്ന കുട്ടിയെ വലിയ സ്നേഹത്തിലായിരുന്നു. ബോംബെയിൽ നിന്ന് വന്നിട്ട് നിശ്ചയം നടത്താനിരിക്കുകയായിരുന്നു. അതിൻ്റെ സങ്കടം കാണാൻ വയ്യ. പോലീസുകാർ മണിക്കുട്ടൻ്റെയും വിച്ചുവിൻ്റെയും സാധനങ്ങളെല്ലാം യശോദാമ്മയെ ഏൽപ്പിച്ചു. ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കി. മണിക്കുട്ടൻ്റെ മിസ്സിംഗ് അന്വേഷിക്കാനുള്ള നടപടികൾ തുടങ്ങി. അപ്പോൾ വിവരമറിയിക്കാൻ വേണ്ട ഫോൺ നമ്പറുകൾ വാങ്ങി യാത്ര തിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. തൻ്റെ മകന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഒരമ്മയും. പ്രാണനായിരുന്നവനെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവൻ്റെ പെണ്ണും മാത്രം ബാക്കിയായി. ഇന്ദിരയും വരദയും എത്ര നിർബന്ധിച്ചിട്ടും സീത അവർക്കൊപ്പം പോയില്ല. അവൾ യശോദാമ്മയുടെ കൂടെ തന്നെ നിന്നു. അവരെ 2 പേരെയും ഒറ്റയ്ക്കാക്കി പോകാൻ ഇന്ദിരയ്ക്കും മനസ്സ് വന്നില്ല. അവരും കൂടി യശോദാമ്മയുടെ വീട്ടിൽ കൂടി. 4 പെണ്ണുങ്ങൾ മാത്രം. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ യശോദാമ്മയുടെ ബന്ധത്തിൽ ഒരു സഹോദരൻ വരും. സീത ആരോടും മിണ്ടാതെയായി. മണിക്കുട്ടൻ്റെ മുറിയിൽ തന്നെ ഇരിക്കും. അവൻ്റെ ഫോണിൽ നിന്നും അവർ ഒന്നിച്ചുള്ള ഫോട്ടോ നോക്കും. അവൾ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു തെളിവ് അവളുടെ വറ്റാത്ത കണ്ണുനീരായിരുന്നു. മാസങ്ങൾ കടന്നുപോയി.
മണിക്കുട്ടനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. ഒരിക്കൽ വയനാട്ടിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്നും യശോദയ്ക്ക് ബിജുലാലിൻ്റെ ഒരു ഫോൺ കോൾ വന്നു. എത്രയും വേഗം വയനാട്ടിലെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞു. തുടരും രുദ്രപ്രിയ. ഒരു പാർട്ടിൽ കൂടി തീർക്കാൻ പറ്റുന്ന ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. എല്ലാവരും വായിച്ച് സപ്പോർട്ട് ചെയ്യണേ.